നിങ്ങളിൽ ഒരുപാട് പേര് സിംഗിളാണ്. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, അല്ലെങ്കിൽ വൈഫ് ഇല്ല. ഇനിയിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും പെണ്ണ് കെട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് മോങ്ക് മോഡ് എന്ന് പറഞ്ഞാൽ. മോങ്ക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളമൊക്കെ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. എന്നിട്ട് ഈ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ നിങ്ങളെ സ്വയം മാക്സിമം ബിൽഡപ്പ് ചെയ്യുക. അതിനിപ്പോൾ ഫിറ്റ്നസ് ആയിക്കോട്ടെ, നിങ്ങൾ ജിമ്മിൽ പോയി തുടങ്ങുക, വർക്കൗട്ട് ചെയ്യുക, ശരീരം നന്നായി നോക്കുക, നല്ല ഫുഡ് കഴിക്കുക. പിന്നെ ഫൈനാൻസ്, ഓൺലൈനും ഓഫ്ലൈനും വഴി നിങ്ങൾ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുക. ഇപ്പോൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നും പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ബിസിനസ്സുകളും ഒരുപാട് ഐഡിയാസും ഉണ്ട്. നിങ്ങളതൊക്കെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ സ്കില്ലിന് പറ്റിയ സംഭവം കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ്, ഫാഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആൾക്കാർ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേറെ ലെവലിൽ ആ ഒരാളായിട്ട് നിങ്ങൾ തിരിച്ചു വരിക. അതാണ് മോങ്ക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം നിങ്ങളൊരു മോങ്കിനെ പോലെ നിങ്ങളിൽ വർക്ക് ചെയ്യുക, നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുക. അതിന് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നുമുണ്ട്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിൽക്കുക. എന്നിട്ട് ഒരു പെന്നോ പേപ്പറോ എടുക്കുക, അല്ലെങ്കിൽ ഫോണിലെ നോട്ടിൽ ആപ്പായാലും മതി. അതിൽ നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. ആരെയും കാണിക്കണമെന്നില്ല. അതിനിപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ആ കുറവുകൾ നമ്മൾക്ക് ഒരുമിച്ച് പരിഹരിക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രോമിസ് തരാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ പേര് വന്നിട്ട് കമൻറ്റിൽ ചോദിക്കും, നീ അങ്ങനെ എല്ലാം തികഞ്ഞിരിക്കും എന്നല്ലല്ലോ എന്ന്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു യാത്രയിലാണ്. ഞാനിപ്പോഴും 100% അല്ല, 100%ലേക്ക് എത്താനുള്ള ഒരു യാത്രയിലാണ് ഞാനും ഉള്ളത്. എല്ലാവരും പറയും ഈ ഭംഗി, ഉയരം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ജനറ്റിക്കലായിട്ട് കിട്ടുന്നതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതും ഒരു ഭാഗമാണ്. പക്ഷേങ്കിൽ ബീയിങ് എ മാൻ അല്ലെങ്കിൽ ഒരു പൗരുഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് സീറോയിലിരിക്കുന്ന നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് 100ലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്കെയിൽ ഒരു 1 to 10 ആയിട്ട് വെക്കാം. ഒരുവിധ ആൾക്കാരൊക്കെ ചിലപ്പോൾ 3 ആയിരിക്കും, 4 ആയിരിക്കും, 5 ഒക്കെ ആയിരിക്കും 10ൽ വരിക. ഇവർ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ, ഇവർ വർക്കൗട്ട് തുടങ്ങി, ഇവർ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് ഫിറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇമ്മീഡിയറ്റ്ലി അവർ 7ലെത്തി. 3ന്ന് 7ലേക്ക് ഒരൊറ്റയടിക്ക് ഇടിച്ചങ്ങ് കയറി. ആണുങ്ങളുടെ ബ്യൂട്ടി നിർണ്ണയിക്കുന്നത് ഒരിക്കലും വെളുത്ത് തുടുത്ത് ചാമ്പക്ക പോലെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ പെൺപിള്ളേരെ പോലെ എപ്പോഴും സുന്ദരനായിട്ട് ഇരിക്കുന്നതോ ഒന്നുമല്ല. ആണുങ്ങളുടെ ബ്യൂട്ടി നിർണ്ണയിക്കുന്ന 3 കാര്യങ്ങളാണ്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഫിറ്റ്നസ്, നെറ്റ്വർത്ത്, നെറ്റ്വർക്ക്. പണ്ട് മുതലേ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയില്ലേ, അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പവർഫുള്ളാണ്, നിങ്ങൾ ഫിറ്റാണ് ഫിസിക്കലി എന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർത്ത്. നിങ്ങൾക്ക് പൈസ വേണം കയ്യിൽ. പൈസ ഉണ്ടെങ്കിലേ നിങ്ങളെ ആൾക്കാർ വാല്യൂ ചെയ്യുള്ളൂ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക്. അതായത് നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് വേണം, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധം വേണം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളെ ബ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സെക്സ് അപ്പീൽ എന്നുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. പെൺകുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ടെങ്കിൽ അവരെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഷൻ കിട്ടും, അവർക്ക് നല്ല വാല്യൂ കിട്ടും. പക്ഷേ ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളില്ലെങ്കിൽ ഒരിക്കലും അറ്റൻഷൻ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല സുന്ദര കുട്ടപ്പനായിരിക്കും ചിലപ്പോൾ, എന്നിട്ട് നിങ്ങളൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. നേരെ അപ്പുറത്ത് തന്നെ ഒരു പെൺകുട്ടി, നല്ല ഭംഗിയുള്ളൊരു കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ആർക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്കും അറ്റൻഷനും കിട്ടുന്നത്? പെൺകുട്ടിക്കായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം നിങ്ങൾ ലൈഫിലൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് കാണാൻ ഭംഗിയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആണുങ്ങൾക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ വെറും ഭംഗി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഫിറ്റ്നസ് വേണം, നെറ്റ്വർത്ത് വേണം, നെറ്റ്വർക്ക് വേണം. എന്നാലേ നിങ്ങൾ ആൾക്കാർ വില കൽപ്പിക്കുകയുള്ളൂ. ഫിറ്റ്നസ് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലുക്സും നമ്മുടെ ഹൈജീനും നമ്മുടെ സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിന് മുമ്പും 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആവാൻ, ഏറ്റവും എളുപ്പത്തിൽ അട്രാക്റ്റീവ് ആവാനുള്ള കുറേ ടിപ്സ് വെച്ചിട്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലും ആക്ച്വലി ഞാൻ കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിൽ ഒരുപാട് പേര് വായിലൂടെ ശ്വാസം എടുക്കുന്ന ആൾക്കാരാണ്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ചെറുപ്പം മുതലേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് സയൻറ്റിഫിക്കലി നമ്മൾ വായിലൂടെ ശ്വാസം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ ഭയങ്കരമായിട്ട് മാറിപ്പോവും. ഭയങ്കര ഉള്ളിലേക്ക് ഒതുങ്ങി വേറൊരു രീതിയിലുള്ളൊരു മുഖമായിട്ട് മാറും നമ്മൾ വലുതാവുമ്പോൾ. അപ്പോൾ ഈവൻ അഡൽട്ട്സ് ആണെങ്കിൽ പോലും വായിലൂടെ ശ്വാസം എടുക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ എപ്പോഴും മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾ വായിൽ ജസ്റ്റ് വല്ല ടേപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂക്കിലൂടെ തന്നെ ശ്വാസം വിടുന്നത് ചെയ്യാൻ പറ്റും.
ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വായിലൂടെ ശ്വാസം വിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മാക്സിമം മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്ത് ശീലിക്കുക. ഗ്ലോബലി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ പെട്ടൊരു സംഭവമാണ് നല്ലൊരു ജോ ലൈൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ജോ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജോ ലൈനാണ് നിങ്ങളുടെ ഫേസിൻ്റെ ഡിഫിനിഷൻ അത് കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോ ലൈൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡായിട്ടുള്ള ചൂയിങ് ഗം അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാൽ നല്ല ജോ ലൈൻ ഉണ്ടാവും. കാരണം നമ്മളെ പൂർവികർക്കൊക്കെ അത്യാവശ്യം നല്ല ജോ ലൈൻ ഉണ്ടായിരുന്നു. കാരണം അവർ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് അങ്ങനത്തെ ആയിരുന്നു. നമ്മളിപ്പോൾ കഴിക്കുന്നത് ഫുള്ള് സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഹാർഡായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജോ എന്ത് ചെയ്യുന്നത് വളരെ റൗണ്ടായിട്ട് അല്ലെങ്കിൽ വളരെ ഷേപ്പ് ഇല്ലാണ്ടൊക്കെ നമ്മുടെ ജോ വളർന്നു വരുന്നത്. ചില ആൾക്കാർക്ക് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ ഫേസ് നല്ല ചബ്ബിയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഉള്ളിൽ നല്ല ജോ ലൈൻ ഉണ്ടാവും. അത് പക്ഷേ പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. കാരണം ഫാറ്റിൻ്റെ ലെയർ അത് കവർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ ജിമ്മിൽ പോയിട്ട് ഒരുപാട് കാർഡിയോ ചെയ്യുക. എല്ലാ ദിവസവും മിനിമം 30 മിനിറ്റെങ്കിലും നന്നായിട്ട് കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, കാർഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഫേസിലെ ഫാറ്റും കാര്യങ്ങളും നമ്മുടെ ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറക്കും കാർഡിയോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ജോ ലൈനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ നല്ല ഭംഗിയുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ അവരുടെ ഹെയർ സ്റ്റൈൽ വളരെ മോശമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. നമുക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൈപ്പ് ഫേസ് ഷേപ്പിനെ പറ്റിയിട്ട് സംസാരിക്കാം. സ്ക്വയർ, ഓവൽ, പിന്നെ ട്രയാങ്കിൾ. നിങ്ങളുടെ ഫേസ് ഏത് ഷേപ്പാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് ജസ്റ്റ് നെറ്റി ഇവിടെ മുതൽ ഇവിടെ വരെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് എഴുതി വെക്കുക. അടുത്തത് നമ്മുടെ ചീക്ക് ബോൺസ്, ഈ കോർണർ മുതൽ നമ്മുടെ ഈ ചെവിയുടെ ഈ കോർണർ വരെ ഒന്ന് മെഷർ ചെയ്യുക, അത് എഴുതി വെക്കുക. പിന്നെ നമ്മുടെ ജോ ഇവിടം തൊട്ട് ഇവിടെ വരെ ഒന്ന് മെഷർ ചെയ്യുക, അത് എഴുതി വെക്കുക. നിങ്ങൾക്ക് 3 മെഷർമെൻറ്റും ഏകദേശം സെയിം ആണ് കിട്ടിയിട്ടുള്ളത്, തുല്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്വയർ ഫേസ് ആണുള്ളത്. സ്ക്വയർ ആയിട്ടുള്ള ഫേസ് ഷേപ്പുള്ള ആൾക്കാർ ഈ ടൈപ്പ് ആയിട്ടുള്ള ലോ സ്റ്റൈലായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചീക്ക് ബോൺസിൻ്റെ മെഷർമെൻ്റ് ആണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്, ബാക്കി നെറ്റിയും താടിയും ചെറിയ മെഷർമെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഓവൽ ഷേപ്പാണുള്ളത്. ഓവലായിട്ടുള്ള ഫേസ് ഉള്ള ആൾക്കാർ ഈ ടൈപ്പുള്ള ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ടൈപ്പ്, നിങ്ങളുടെ നെറ്റിയിൽ നല്ല ലെങ്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ബാക്കി ചീക്ക് ബോൺസിൻ്റെ കുറവും പിന്നെ അതിലേറെ കുറവാണ് ജോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ട്രയാങ്കിൾ ആയിട്ടുള്ള ഫേസ് ഷേപ്പാണ്. അതായത് നമ്മൾ തല തിരിച്ചിട്ടുള്ള ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആയിട്ടുള്ള ഫേസ് ഷേപ്പുള്ള ആൾക്കാർ ഈ ടൈപ്പ് ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞത് 3 കോമൺ ആയിട്ടുള്ള ഫേസ് ഷേപ്പാണ്. ഇതിന് പുറമെ 2-3 ഫേസ് ഷേപ്പ് കൂടി ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് കണ്ടുപിടിക്കാൻ പറ്റും. പല ഹെയർ സ്റ്റൈൽ ജീവിതത്തിൽ ട്രൈ ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ സ്റ്റക്കായിരിക്കും ലൈഫ് ലോങ്, പക്ഷേ അതിനേക്കാളും നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾ ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ലൈഫിൽ പല ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും അറ്റ്ലീസ്റ്റ് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഹെയർ കട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ എപ്പോഴും പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മുടി വളർന്നാലേ വെട്ടുള്ളൂ എന്നുള്ള മെൻറ്റാലിറ്റിക്ക് മാറ്റുക. എപ്പോഴും നമ്മൾ വെൽ ഗ്രൂംഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ ലുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പല സ്കിൻ കെയർ റൂട്ടീൻ ട്രൈ ചെയ്തിട്ട് ആണുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടോ, ആക്നെ ഉണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് വിത്തിൻ മന്ത്സ് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ്. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ബ്രാൻഡിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട്, ഞാൻ ഉപയോഗിക്കുന്ന സെറാവിയാണ്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നല്ലൊരു ബ്രാൻഡിൻ്റെ ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക. ഓക്കെ, അത് കഴുകി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക. അതിപ്പോൾ ഏത് ബ്രാൻഡ് ആയാലും മതി, ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ പുറത്ത് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സൺസ്ക്രീനെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഒരുപാട് തെറ്റായ ധാരണയുണ്ട്. ഓക്കെ, അതിനിപ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രം, സൂര്യൻ്റെ താഴെ പോകുമ്പോൾ മാത്രം അപ്ലൈ ചെയ്താൽ പോരെ എന്നുള്ളത്, അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം വെളിച്ചത്തിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന വെളിച്ചം, നമ്മുടെ വീടിൻ്റെ വിൻഡോയിലൂടെ വരുന്ന വെളിച്ചം, ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെയോ അൾട്രാ വയലറ്റ് രശ്മികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഫേസിലേക്ക് വരുന്നുണ്ടോ അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. നിങ്ങളിൽ ഒരുപാട് പേര് വെയിൽ കൊള്ളാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. നിങ്ങൾ പുറത്ത് പോയാൽ അയ്യോ കറുത്ത് പോകുന്നൊക്കെ പേടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും ദിവസം വെയിൽ കൊണ്ടിരിക്കണം. ഓക്കെ, 15 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ സണ്ണിൻ്റെ താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സൺബേൺ കാര്യങ്ങളൊക്കെ വരും. ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫേസിൽ വരുന്ന വെയിൽ കൊണ്ടാൽ വരുന്ന ടാനിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പോക്കില്ല. കാരണം
നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. നമ്മുടെ ബോഡി വെയിൽ കണ്ടാൽ അപ്പം നമ്മുടെ ശരീരത്തിലെ മെലനിൻ പുറപ്പെടുവിക്കും. കറുത്ത് പോകുമെന്ന് വെച്ചാൽ കറുത്ത് പോകും. പക്ഷേ നിങ്ങൾക്ക് സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ സൺലൈറ്റിൽ പോകാൻ അത്രയും മടിയുള്ള ആൾക്കാർ, അയ്യോ എനിക്ക് കറക്കാൻ വയ്യ, എനിക്ക് എൻ്റെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പെൺപിള്ളേരെ പോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് വാങ്ങിച്ചിട്ട് കഴിക്കുക. ഇപ്പോൾ ഈ വളരെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ, വെയിൽ അല്ലെങ്കിൽ സൂര്യൻ ഇല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ അങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്. അവർക്ക് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. നിങ്ങളിൽ ഒരുപാട് പേര് രാത്രി ഫോണൊക്കെ നോക്കിയിരിക്കുക, എന്നിട്ട് ഉറങ്ങാൻ സമയമില്ല, നിങ്ങളല്ലെങ്കിൽ ഗെയിം കളിച്ചിരിക്കുക, അല്ലെങ്കിൽ വേറെ പല പല ആക്ടിവിറ്റീസിൽ നിങ്ങളിൽ ഒരുപാട് പേര് രാത്രി വളരെ നേരം വൈകി ഉറങ്ങുന്നതും നേരത്തെ എണീറ്റ് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ, ഇത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റാണ്. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 8 to 9 hours എങ്കിലും ഉറങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ അധികം ആൾക്കാർക്കും അത് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ കണ്ണൊക്കെ ഭയങ്കര റെഡ് കളറായിട്ടുണ്ടാവും. ആൾക്കാർ കഞ്ചാവ് അടിച്ചോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള റെഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നോർമലായിട്ടുള്ള ഐ ഡ്രോപ്സ് ഫാർമസിയിൽ പോയാൽ വാങ്ങിക്കാൻ പറ്റും. ഇനി വളരെ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൂമിഫൈയുടെ ഐ വൈറ്റ്നർ ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 to 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കണ്ണ് ഫുൾ ക്ലിയർ ആയിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വരും. ഞാൻ ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ആൾക്കാർ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ഫുൾ കച്ചവടമാണല്ലേ മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും ഇതുവരെ ഒരു സ്പോൺസർഷിപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന പ്രൊഡക്ട്സ് എല്ലാം ഞാൻ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള പ്രൊഡക്ട്സ് ആണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മെയിൻ കാര്യമാണ് ജിമ്മിൽ പോകണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ ജിമ്മിൽ പോകണം എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളാരും ജിമ്മിൽ പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലേ നിങ്ങളുടെ തലയിലേക്ക് ഈ സാധനം രജിസ്റ്റർ ആവുള്ളൂ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളിൽ ചിലപ്പോൾ ജീവിതത്തിൽ ഈ ലെവലിൽ നിൽക്കുന്ന ആളായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 3ാമത്തെ ലെവലിലോ 4ാമത്തെ ലെവലിലോ ഉണ്ടെങ്കിൽ ജിമ്മ് നിങ്ങളുടെ ജീവിതം 7, 8 ആ റേഞ്ചിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം ലെവലപ്പ് ആക്കും. ചില ആൾക്കാർക്ക് ജിമ്മിൽ പോകാൻ ഭയങ്കര മടിയാണ്. 1-2 ദിവസം പോയിട്ട് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 3-4 ദിവസം പോയിട്ട് പിന്നെ ബ്രേക്ക് എടുക്കുക. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേരുണ്ട്. ഈ സംഭവത്തിൽ എൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മൈൻഡ് പറയുന്ന സംഭവം കേൾക്കില്ല. ഓക്കെ, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയും, എടാ റൂമിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വല്ല സിനിമയെ കണ്ടിട്ട് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്നൊക്കെ പറയും. ഞാൻ എന്ത് ചെയ്യും, നേരെ സ്റ്റിയറിംഗ് വീല് ജിമ്മിൻ്റെ റോട്ടിലേക്ക് അങ്ങ് തിരിക്കും. നമ്മളെന്ത് ചെയ്യും, മൈൻഡ് പറയുന്നത് കേൾക്കാണ്ട് നമ്മളങ്ങ് ഫോഴ്സ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു അയൺ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹൃദയം പറയുന്നതും മൈൻഡ് പറയുന്നതും കേട്ടിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. അപ്പം നിങ്ങളുടെ മൈൻഡ് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഞാനിപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ പിടിച്ചിട്ട് ഒരാഴ്ചയോളം കിടപ്പിലായിരുന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴും ജിമ്മിൽ പോകാനായിട്ടില്ല, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റാണ്, ജിമ്മിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഒരു 5-6 കിലോ ഒക്കെ കുറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മിററിൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ നോർമൽ ആണെങ്കിൽ പോലും ഞാൻ 2-3 ദിവസം എനിക്ക് വർക്കിൻ്റെ കാര്യത്തിനോ എന്തെങ്കിലും രീതിയിൽ എനിക്ക് ജിമ്മ് സ്കിപ്പ് ചെയ്ത് കഴിയേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ മിററിൽ നോക്കുമ്പോൾ എനിക്കെന്തോ പുച്ഛമാണ് എന്നോട് തന്നെ. എന്താടാ നിനക്ക് വയ്യ എന്നൊക്കെയുള്ളൊരു തോട്ടുണ്ടല്ലോ, ആ ഒരു സംഭവമാണ്. ആകെ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ് എനിക്ക് എൻ്റെ ബോഡിയിൽ നോക്കുമ്പോൾ. നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് മിററിൽ നോക്കുമ്പോൾ വേറെ ലെവൽ അങ്ങനൊരു ലുക്ക് ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു റൂട്ടീനായി മാറി. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബ്രഷ് ചെയ്യുക, രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുക, അതുപോലെയൊക്കെയുള്ള ഒരു ഡെയിലി റൂട്ടീനാക്കി ജിമ്മിനെ മാറ്റുക. നമ്മൾ പല്ല് തേക്കാണ്ട് നമ്മൾ പുറത്ത് പോകില്ല, കാരണം ഭയങ്കര മോശമാണ്. ആൾക്കാർ നമ്മളെ മോശമായിട്ട് ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വായ്നാറ്റം ഉണ്ടാവും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ജിമ്മിന് പോവാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ ആക്കിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ജിമ്മിൽ പോയിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്? കുറേ കാലം 1-2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും, മടുക്കും. പൊതുവെ എല്ലാവർക്കും മടുപ്പുള്ളതാണ്. പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്യേണ്ടത് ഒരു അയൺ മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം, അതായത് ഒരു ഉരുക്ക് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരാൾ വളർത്തിയെടുക്കേണ്ട സംഭവമാണ്. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നാത്തത് ആ സംഭവം നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താണോ സംഭവം നാളെ ചെയ്യാൻ തോന്നുന്നത് ആ സംഭവം ചെയ്യുക. ഞാൻ 2-3 വർഷമായിട്ട് ജിമ്മിൽ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. പല സമയങ്ങളിലും എനിക്ക് ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും ഇതുവരെ സ്റ്റീറോയിഡ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഓൾ നാച്ചുറലാണ്. കാരണം നമുക്ക് വലുതാവാനോ അല്ലെങ്കിൽ ഭയങ്കര ആർണോൾഡ് ഷ്വാർസ്നെഗറെ പോലെ ഭയങ്കര ബിഗ് ആവാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഒരിക്കലും ജിമ്മിൽ പോകുന്നത്. നമ്മൾ ജിമ്മിൽ പോകുന്നത് നമുക്കൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡി കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഓക്കെ ഞാൻ ഹെൽത്തി ആണെന്നുള്ളൊരു തോന്നൽ, ആ ഒരു തോന്നലിന് വേണ്ടിയിട്ടും. പിന്നെ നമ്മൾ എന്ത് വസ്ത്രം ധരിച്ചാലും നമുക്ക്
അത് ഫിറ്റായിരിക്കും. അതിൻ്റെ ഒരു ബ്യൂട്ടി അത് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എവിടെ പോയിട്ട് ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്കത് ഫിറ്റായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മധുരം എന്നുള്ളത്. ഷുഗർ കഴിക്കുക, രാവിലെയും വൈകുന്നേരമൊക്കെ ചായയിലൊക്കെ ഒരുപാട് ഷുഗർ ഇട്ട് കഴിക്കുക, അല്ലെങ്കിൽ കൊക്കക്കോള പോലുള്ള സംഭവങ്ങളൊക്കെ. ഞാൻ എൻ്റെ ലൈഫിൽ 1 വർഷത്തോളം ഏകദേശമായി ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്നു. അതിന് അനുസരിച്ച് ഒരുപാട് ബെനഫിറ്റ്സ് എനിക്കുണ്ട്. അതിനി ഫിസിക്കലാണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷുഗർ കട്ട് ചെയ്യുക. പിന്നെ നമുക്കൊന്നും ഒരു 10, 30, 40 വയസ്സാകുമ്പോഴത്തേന് ആർക്കും ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വേണ്ട. അപ്പോൾ മാക്സിമം എല്ലാവരും ഷുഗർ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാറും. എനിക്കത് പ്രോമിസ് ചെയ്ത് തരാൻ പറ്റും. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ചെറുപ്പം മുതലേ നമ്മളടുത്ത് വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണം എന്നുള്ളത്. നമ്മൾ പക്ഷേ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കൊക്കെ ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം വളരെ കുറച്ച് കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ കൂടെ 24 ഹവേഴ്സ് ഹൈഡ്രോ ഫ്ലാസ്ക് കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കമ്പാനിയൻ പോലെ ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്ലാസ്ക് പോലുള്ള സംഭവം കയ്യിലുണ്ടാവുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ, അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടു നടക്കുക. എസ്പെഷ്യലി രാവിലെ എണീറ്റിട്ട് മാക്സിമം നിങ്ങളുടെ വയറിൽ കൊള്ളാവുന്നിടത്തോളം മാക്സിമം വെള്ളം കുടിക്കുക. എന്നിട്ട് അത് മൂത്രം ഒഴിച്ചിട്ട് കളയുക, ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് കളയുക. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ നിങ്ങൾ എണീക്കുമ്പോൾ മുഖത്തൊക്കെ ഒരു പഫിനെസ്സും ഒരു തുടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് പോവും. പിന്നെ നിങ്ങളുടെ pH ലെവൽസ് ബാലൻസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ മുഖക്കുരു വരുന്നത് ഇല്ലാണ്ടാവും. പിന്നെ സ്കിന്ന് ടൈറ്റ് ആണെങ്കിൽ അത് ലൂസണപ്പ് ആവും. പിന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും. പിന്നെ നമ്മുടെ ഏജിങ്ങിലുള്ള റിങ്കിൾസ് ഇല്ലേ, നമ്മുടെ ഈ വയസ്സൊക്കെ ആകുമ്പോൾ റിങ്കിൾസൊക്കെ വരില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ കുറയും ഒരുപാട്. പിന്നെ നമ്മുടെ ടോക്സിൻസ് കാര്യങ്ങളൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും. പിന്നെ നല്ല ഹൈഡ്രേഷൻ, ഡീറ്റോക്സിഫിക്കേഷൻ, ഒരുപാട് ബെനഫിറ്റ്സ്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ബെനഫിറ്റ്സ് ഉണ്ട് വെള്ളം കുടിക്കുന്നതിന്. അത് ഞാൻ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്. ലൈഫിൽ നെഗറ്റിവിറ്റി മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ്, നെഗറ്റീവായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, പിന്നെ നെഗറ്റീവായിട്ടുള്ള സിനിമകൾ കാണുന്നത്, ഈ ചെറിയ ലൈഫിലെ ആസ്പെക്ട്സിന് വരെ നിങ്ങളെ മൈൻഡിനെ ബാധിക്കാൻ പറ്റും. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ ഈ ബോളിവുഡ് പാട്ടുകൾ ഒരുപാട് കേട്ടിരുന്നു. ഈ രൺബീർ കപൂറൊക്കെ ചുമ്മാ ഇരുന്ന് കരയുന്ന കുറേ പാട്ടുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഓരോ ചെറിയ ആസ്പെക്ട്സ് ഓഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ മൈൻഡിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു യാത്രയിലാണ്. നിങ്ങൾ സ്വയം ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ ലോകം കീഴടക്കാനുള്ള ഒരു യാത്രയിലാണ്. ഈ സമയത്ത് നെഗറ്റീവായിട്ടുള്ള എല്ലാ സംഭവങ്ങളും A to Z സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടാക്കി കളയുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ നെഗറ്റീവ് സോങ്സ് കേൾക്കാണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ മൈൻഡിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ടൈപ്പ്, മോട്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് സോങ്സ് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ സാഡായിട്ടുള്ള സിനിമകൾ കാണാറില്ല, സാഡായിട്ടുള്ള സോങ്സ് കാണാറില്ല. എസ്പെഷ്യലി ബോളിവുഡ് സോങ്സ്, സാഡായിട്ടുള്ള ഭയങ്കര സങ്കടകരമായിട്ടുള്ള സോങ്ങുകൾ കേൾക്കാറില്ല. കാരണം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് വലിയ വലിയ ഇമ്പാക്റ്റുകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പേഴ്സൺ, ഒരു സാഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആർക്കും അവരുടെ കൂടെ നടക്കാനോ അവരോട് സംസാരിക്കാനോ ഒരു താല്പര്യമില്ല. ഓക്കെ, ലെറ്റ്സ് ബി ഓണസ്റ്റ്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ പോസിറ്റീവ് ആവുക, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ മാക്സിമം പോസിറ്റീവ് ആക്കുക. ഇനി 24 ഹവേഴ്സ് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. നിങ്ങളുടെ ഫാഷൻ അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈല് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യുന്നത് അയാൾ എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ നേരെ പിൻട്രസ്റ്റിൽ പോവുക. പിൻട്രസ്റ്റിൽ പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, മെൻ ഫാഷൻ, മെൻ സ്റ്റൈൽ എന്നൊക്കെ അടിച്ചു നോക്കിയാൽ, മെൻ കാഷ്വൽസ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഓൺലൈനിലൊക്കെ പോയിട്ട് ഈ സാധനം ഇതുപോലെയുള്ള ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഔട്ട്ഫിറ്റ്സ് നാട്ടിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോറിലൊക്കെ കയറിയിട്ട് വാങ്ങിച്ചാൽ മതി. എപ്പോഴും നമ്മൾ മാക്സിമം അട്രാക്റ്റീവായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ചില ആൾക്കാർ ഒരു ബന്ധമില്ലാത്ത കളർ സോക്സ് ഒക്കെ ഇട്ടിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ഫിറ്റ് ഇപ്പോൾ നമുക്ക് ടീഷർട്ട് ഉണ്ട്, പാൻറ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓവർ ലെയർ ആയിട്ട് ഒരു കോട്ട് ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഈ കോട്ടിനോടോ അല്ലെങ്കിൽ ഈ ടീഷർട്ടിനോടോ മാച്ച് ആവുന്ന കളർ സോക്സ് വേണം ഇടാൻ, അല്ലെങ്കിൽ ഏകദേശം സെയിം കളറുള്ള സോക്സ് വേണം ഇടാൻ. ഒരിക്കലും ശരീരത്തിൽ ഇല്ലാത്ത ഒരു ഡിഫറെൻറ്റ് കളർ സോക്സ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ധരിക്കരുത്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസ്ചർ ഭയങ്കര മോശമായിരിക്കും. അത് ഫിക്സ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് സ്ട്രെച്ചിങ്സ്, ഒരുപാട് എക്സസൈസസ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാനൊരു സയൻറ്റിഫിക് സ്റ്റഡിയിൽ കണ്ടൊരു സംഭവമാണ്, നമ്മൾ ചെറുപ്പം മുതലേ ഭയങ്കര മോശമായിട്ടുള്ള പോസ്ചറാണെങ്കിൽ നമ്മുടെ ഫേസും ഭയങ്കര വികൃതമായിട്ട് വളർന്നു വരുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറും എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും പോസ്ചർ കറക്റ്റ് ചെയ്യുക, എസ്പെഷ്യലി ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ. ഇന്ത്യക്കാരെ പറ്റിയിട്ട് വിദേശത്തും നാട്ടിലൊക്കെ പൊതുവെ പറയുന്ന ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടുകാർക്ക് ഭയങ്കര മോശം സ്മെല്ലാണെന്നുള്ളത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ കഴിക്കുന്നത് ഫുള്ള് സ്പൈസസ് ഒക്കെ ഉള്ള ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ്. ഈ സംഭവം
നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ വേർക്കുമ്പോൾ ഇത് വേർപ്പായിട്ട് ഭയങ്കര മോശം സ്മെല്ലായിട്ടാണ് പുറത്ത് പോവുക. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഡിയോഡറൻറ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിയോഡറൻറ്റിന് ഇപ്പോൾ കെമിക്കലൊക്കെ ഉണ്ട്, ഭയങ്കര മോശമാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് സൈഡിലൊക്കെ അലൂം എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് സ്റ്റോണാണ്, അത് ക്രിസ്റ്റൽ പോലത്തെ കല്ലാണ്. ഈ സംഭവം നാച്ചുറലാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും. ഈ സാധനം കുളിച്ചതിന് ശേഷം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വേർത്താലും വേർക്കില്ല. എത്ര വൈകുന്നേരം ആയാലും അതിൻ്റെ സ്മെല്ലും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഓൾ ഡേ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അത് അവൈലബിൾ അല്ലാത്ത ആൾക്കാർ നിവ്യയുടെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡിയോഡറൻറ്റ് ഉപയോഗിച്ചിട്ട് വേണം പുറത്തു പോകാൻ. പിന്നെ ഡിയോഡറൻറ്റ് ഉപയോഗിക്കുന്നതിന് പുറമെ തന്നെ നിങ്ങൾ നല്ല സ്മെല്ലുള്ള എക്സ്ട്രാക്റ്റിൻ്റെ പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എപ്പോഴും നമ്മൾ സ്മെല്ല് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പുറമേയുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിക്കുക, എൻ്റെ സ്മെല്ല് കൊള്ളാവോ, അല്ലെങ്കിൽ ഞാൻ മോശമായിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമ്മുടെ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വായുനാരത്തിൻ്റെ കാര്യം. നമ്മുടെ വായു നാറുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുക, വായി നാറുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണോ എന്നുള്ളത് പറയാം. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു നാണം കെട്ട സിറ്റുവേഷനിൽ നിൽക്കേണ്ട അവസ്ഥ വരില്ല. നിങ്ങൾ സിംഗിളായിട്ട് ഇരിക്കാനുള്ള മെയിൻ കാരണം എന്താ പറയുക, നിങ്ങൾ പെൺകുട്ടികളോട് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് അപകർഷതാ ബോധമുണ്ട്. അവൾക്ക് എന്നെ പറ്റി എന്ത് തോന്നും, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്നെ പറ്റി എന്ത് തോന്നും, അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടമാവില്ല, അവൾ കുറേ ആൾക്കാർ ഓൾറെഡി അവളെ പ്രപ്പോസ് ചെയ്ത് പിന്നാലെ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ കട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു വർഷം അല്ലെങ്കിൽ നിങ്ങൾ 6 മാസം നിങ്ങളിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ പുറത്ത് വരുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒരു മനുഷ്യനാണ്, പുതിയൊരു മനുഷ്യനാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെൺകുട്ടികളോട് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇമ്പ്രൂവ് ആയി, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ആയി, നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആയി, നിങ്ങൾക്ക് എല്ലാം ഇമ്പ്രൂവ് ആയി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാർട്ട്ണർ, നല്ലൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾ പെൺകുട്ടികളോട് പോയി സംസാരിക്കുക. നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഓക്കെ ഇന്ന് സംസാരിക്കേണ്ട, നാളെ സംസാരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ കുട്ടിയോട് സംസാരിക്കാം, ഈ കുട്ടിയോട് എനിക്ക് എന്തോ പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് പറയുന്ന സാധനങ്ങൾ കേൾക്കാണ്ട് അപ്പം തന്നെ പോയിട്ട് അങ്ങ് സംസാരിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പെൺകുട്ടികളോട് സംസാരിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി കിട്ടിയത് വെച്ചിട്ട് സെറ്റിൽ ആവേണ്ടി വരും. നല്ലൊരു പെൺകുട്ടിയെ, നിങ്ങളുടെ സങ്കല്പത്തിലൊരു കുട്ടിയെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല പെൺകുട്ടികളോട് സംസാരിച്ചിട്ട് അതിൽ നല്ലൊരു പെൺകുട്ടിയെ നിങ്ങൾ സെലക്ട് ചെയ്യണം വേണ്ടത്. ഓൺലൈനായിട്ടൊക്കെ ഇന്ത്യക്കാർക്കെതിരെ ഇപ്പോൾ ഭയങ്കര റേസിസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. നമുക്കത് റേസിസം എന്ന് വിളിച്ചിട്ട് തള്ളിക്കളയാനൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങൾ വിദേശത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ വിദേശത്ത് പോകാനിരിക്കുന്ന ആൾക്കാർ എങ്ങനെ ആൾക്കാരോട് ബിഹേവ് ചെയ്യണം, ഏത് രാജ്യത്ത് പോയാലും അവരുടെ കൾച്ചർ അനുസരിച്ച്, അവരുടെ രാജ്യത്തെ റൂൾസ് അനുസരിച്ച് ജീവിക്കാൻ നോക്കുക. പണ്ട് മുതലേ ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസിനെ എല്ലാവരും ഒരു എൻ എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അഭിസംബോധന ചെയ്തിരുന്നത്. അത് എനിക്കെന്താണെന്ന് യൂട്യൂബിൽ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാട്ടുകാരെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് പജീറ്റ് എന്നാണ് വിളിക്കുന്നത്, PAJEET. ഈ സംഭവം നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വിളിക്കുന്നതാണ്. നിങ്ങൾ പുറത്ത് പോയിട്ട് ആ സംഭവം ആരെങ്കിലും നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ലറാണ്. പക്ഷേ നമ്മളെ നാട്ടുകാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു പേര് കൂടിയാണത്. നമ്മൾ പുറത്ത് പോയിട്ട് മാന്യമായി ബിഹേവ് ചെയ്തിട്ടും നല്ല രീതിയിൽ ഒരു ജെന്റിൽമാനെ പോലെ നടന്നാൽ ഒരാളും നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കില്ല. അപ്പോൾ എല്ലാവരും പുറത്ത് പോകുമ്പോൾ മാക്സിമം മാന്യമായിട്ട് ബിഹേവ് ചെയ്യുക. ഞാൻ ഈ ചാനൽ ആക്ച്വലി തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പുറത്തുള്ള അവസ്ഥ കണ്ടിട്ട് തന്നെയാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ അവർ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ നടക്കാനോ ഒരുപാട് പേർക്ക് താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അവർ പെൺപിള്ളേരൊക്കെ ഇടയിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. പെൺപിള്ളേർ അവരെ അവോയ്ഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഭയങ്കര റേഷ്യൽ സ്റ്റീരിയോടൈപ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ നാട്ടുകാരെ പണ്ട് മുതലേ എല്ലാവരും നമ്മളെ ആക്സൻ്റൊക്കെ വെച്ചിട്ട് കോമഡി ആക്കിയിട്ടൊക്കെയാണ് നമ്മളെ സിനിമയിലും ടി വിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. എനിക്കെന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മലയാളികളെങ്കിലും വേൾഡിൽ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറണം. കാരണം നമ്മളെ ഒരു കളിയാക്കിയാൽ നമ്മളൊരു കോമാളികളായിട്ട് ആൾക്കാർ കാണരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു ജെന്റിൽമെൻസ് ക്ലബ്ബ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ക്ലബ്ബ് നമുക്ക് ഈ ചാനൽ വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Your mind's got the key ingredient, it's belief. They deceive with the negativity, but I just slide right by that energy. Even when you feel low, you can still go. Even when you feel slow, you can still go.